ഓക്കെ, നമുക്കിന്ന് HTML ടേബിൾ പഠിക്കാം. ആദ്യം നമുക്ക് HTML എന്തൊക്കെയാ? ഹെഡ്, HTML ഹെഡ്, ഹെഡിന്റെ ക്ലോസിങ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിലിന്റെ ക്ലോസിങ് വേണം. പിന്നെന്താ? ബോഡി. ഓക്കെ, നമുക്ക് ടൈറ്റിലിന്റെ അവിടെ ടേബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൊടുക്കുവാണേ. ഇനി ബോഡിയുടെ ഓപ്പണിങ്ങിന്റെ താഴെയാണ് ഞാൻ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ടേബിളിൽ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യണം. ടേബിൾ, ഓക്കെ, ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനൊരു ക്ലോസിംഗ് വേണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തിനാ ടേബിൾ ടാഗിൽ എന്തൊക്കെയുള്ള റോസും കോളംസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം TR കൊടുക്കാം. റോ ക്രിയേറ്റ് ചെയ്യണ്ടേ, അപ്പൊ നമ്മൾ TR ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുക്കണം. ഓക്കെ, TRന്റെ നടുക്ക് നമുക്ക് എന്താ വേണ്ടേ? TD കൊടുക്കണം. ടേബിളിന്റെ ഡേറ്റ കൊടുക്കണ്ടേ, അപ്പൊ നമ്മൾ TD. അപ്പൊ TDക്കകത്ത് ഡേറ്റ കൊടുക്കാൻ പോവാണേ. ഫസ്റ്റ് നെയിം. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് ഡിസ്പ്ലേ ആണോ നോക്കാം. കണ്ടോ, നെയിം എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം. നെയിമിൽ ഞാൻ N ക്യാപിറ്റൽ ആക്കുവാണ്. ഇതുപോലെ തന്നെ TD ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുത്തിട്ട് താഴെ താഴെ ചെയ്യണേ. ഞാൻ നെയിം, നമ്പര്, പിന്നെ റോൾ നമ്പർ പറഞ്ഞു കൊടുക്കുവാണേ. റോൾ നമ്പർ. ഓക്കെ, നമുക്കിത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ, നെയിം, നമ്പർ, റോൾ നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമുക്കിത് ബോക്സിൽ വരാൻ വേണ്ടി നമ്മൾ ടേബിളിന്റെ അവിടെ ബോർഡർ കൊടുക്കാൻ പോവാണേ. ബോർഡർ, ORDER, ബോർഡർ ഈക്വൽ ഡബിൾ കോട്സിനകത്ത് 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോ ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ അത് നമ്മൾ കൊടുത്ത ഡേറ്റ് ബോർഡറിൽ കാണിച്ചു. നമുക്ക് ഓരോ ഇതിനും വാല്യൂസ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ സെയിം സാധനം താഴെ തന്നെ TR ഓപ്പൺ ചെയ്യുക, അതിന്റെ ക്ലോസിംഗ് കൊടുക്കുക. ഓക്കെ, ഇത് TDക്കകത്ത് നെയിം ഈക്വൽ നെയിം ഇപ്പൊ രാമു. ഓക്കെ, താഴെ കൊടുക്കുവാണ്. നമ്പർ കൊടുക്കുക.